അറിയപ്പെടുന്ന അവാർഡുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടിയിട്ടുണ്ട്. കേരളം വളരെ യുണീക്കാണ് പല കാര്യങ്ങളിലും. ഒന്ന്, കേരളത്തിൻ്റെ സ്വന്തമായിട്ട് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കുന്നു. കോർപ്പറേഷൻ്റെ കീഴിൽ ഇത്രയും തിയേറ്ററുകൾ വരുന്നു. ഇതൊന്നും ഒരു സ്റ്റേറ്റിലും ഇല്ല. പിന്നെ ഇവിടെ അവാർഡ് നമ്മൾ എത്രയോ നേരത്തെ നമ്മൾ സ്റ്റേറ്റ് അവാർഡുകൾ കൊടുക്കുന്നു. ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നു. ഇതൊന്നും വേറെ കൽക്കട്ടയിൽ ഇപ്പോൾ ഉണ്ട്. വളരെ കഴിഞ്ഞ് നമ്മൾ തുടങ്ങി കുറേ കഴിഞ്ഞ ശേഷം നമ്മൾ തുടങ്ങിയ പലതും മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ഉണ്ടായത്. പണ്ടാന്ന് ഇന്ത്യയിലോട്ട് ഫിലിം അയക്കാൻ ആൾക്ക് താല്പര്യമില്ലായിരുന്നു. ഒന്നാമത് ഫിലിമൊക്കെയാണ്. ഇവിടെ ഒന്ന് ബാഡ് ഹാൻഡിലിങ് കാരണം അതൊക്കെ വരയും വരയൊക്കെ ആക്കി ആ പ്രിൻ്റ് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഫിലിം കിട്ടാൻ വിഷമമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു. നമ്മളത് മാറ്റിയെടുത്തു. നമ്മൾ ഫെസ്റ്റിവൽ തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി ആളിനെ ഇരുത്തി ഫിലിം ഹാൻഡിൽ ചെയ്യാൻ തന്നെ അവരെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. കേരളം വീണ്ടും കൊണ്ടു നടക്കാമായിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ ഫെസ്റ്റിവൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതെല്ലാം നിർത്തിയിട്ട് തിരുവനന്തപുരത്താക്കി. തിരുവനന്തപുരത്തെ ഈ തിയേറ്ററുകളിൽ ജോലി ചെയ്യുന്നവരെ കൊണ്ടിരുത്തി ഓറിയൻറ്റേഷൻ കൊടുത്ത് എങ്ങനെ ചുറ്റണം, എങ്ങനെ ഫിലിം ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അങ്ങനെ ഒരു ടീമിനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേശ്ശായിട്ട് നമ്മളിലൊരു കോൺഫിഡൻസ് അവർക്ക് വന്നു വെളിയിൽ. ഇന്നിപ്പോൾ ഫിലിം ഒന്നുമില്ല, നേരെ നമ്പറാണ് കിട്ടാച്ചത്. ആ നമ്പറിൽ അങ്ങോട്ട് കൊടുത്താൽ മതി, നേരെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുകയാണ്. നമ്പർ ഓഫ് ഫിലിംസ് അല്ല നമുക്ക് പ്രധാനം. ഇപ്പം ക്വാളിറ്റി 142 രാജ്യത്തു നിന്നുള്ള 2500 പടം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ക്വാളിറ്റിയാണ്. സെലക്ട് ചെയ്ത പടങ്ങൾ ഇറ്റ് ക്യാൻ ബി ഷോൺ കൂടെ പല പ്രാവശ്യം കാണിക്കാം. ഇപ്പോൾ 2 പ്രാവശ്യം ഇപ്പോഴാണ് 3 പ്രാവശ്യം ഒരു പടം കാണിക്കാവുന്നത്. കൊണ്ടുവരുന്ന ഒരു പടം അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെൻ്റൽ അതാണ്. അവർ 5 പ്രാവശ്യം കാണിച്ചാൽ ആളുകൾക്കെല്ലാം കാണാം. 1. 2, ഈ എൻട്രി ഫീസ് ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എൻട്രി ഫീസ് കൂട്ടണം. ഇത്രയും പടങ്ങൾ കാണാൻ ഇത്രയും സൗകര്യം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വെറും ഇന്ത്യയിലെങ്ങും ഇത്രയും ചെറിയ ഫീസിന് പിന്നെ ഗോവയെ പോലും കൂടുതലല്ലേ എൻട്രി ഫീസ്. ഡെലിഗേറ്റ് ഫീസ് ഒരു സാമാന്യം റീസണബിൾ ആക്കണം. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര തള്ളാണ് ആളുകൾ കിടന്നിട്ട്. പിന്നെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് കൺസെഷൻ എന്ന് പറയുന്നത് കേൾക്കാൻ കൊള്ളാം. പക്ഷേ അവരൊന്നും സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുട്ടികളാണ്. വന്നിട്ട് ഈ തല്ലിപ്പൊളി തമിഴ് പടമൊക്കെ കണ്ടിട്ട് ആ ടേസ്റ്റാണ്. അവർ എന്നിട്ട് ടൈറ്റിൽ കാണുമ്പോഴിരുന്ന് കൈയടിക്കുകയൊക്കെ ചെയ്യാം. നമ്മളവിടെ ഇരുന്ന് എന്തുരുവാണ്. കാരണം അവിടെ വലിയ അഭിജ്ഞരായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഗമയിൽ നടക്കുന്ന നമ്മുടെ മുമ്പിലാണ് ഇത് കൈയടിക്കുന്നത്. ടൈറ്റിൽ കാണുമ്പോൾ ഒരു ഷോട്ട് കൊള്ളാവുന്ന ഷോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഉടനെ കൈയടിക്കും. ആ ലെവലിലുള്ള പിള്ളേരെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കരുത് ഈ കൺസെഷൻ. കൃത്യമായിട്ട് സിനിമ പഠിക്കുന്ന സ്പെസിഫിക്കായിട്ട് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഒരു കോഴ്സുണ്ട്, മീഡിയ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്. അവരൊന്നിനെ പറ്റിയും പഠിക്കുന്നില്ല. പഠിപ്പിക്കുന്നവർക്ക് പറഞ്ഞുകൂടാ. ഒരു ഡിഗ്രി അവസാനം കിട്ടും, അവൻ്റെ കാലം ദോഷമാണ്. ആ കാരണം പോയി പഠിക്കാൻ പോകുന്ന പിള്ളേരുടെ കാര്യം കഷ്ടമാണ്. സിനിമ പഠിക്കണമെന്നുണ്ടെങ്കിൽ സിനിമ ശരിക്കും പഠിച്ചേ വെക്കുള്ളൂ. കാരണം കേരളത്തിലെ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഏക സംസ്ഥാനം വേറെ ഇല്ല. പിന്നെ അതിനടുത്ത് വരുന്ന ഇവിടെയാണ് മഹാരാഷ്ട്രയിൽ ആദ്യം പടം എടുക്കുന്നവർക്ക് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് മറാത്തി ഫിലിംസ് വളരെ പുരോഗമിച്ചത് കാരണം ആദ്യം പടം എടുക്കുന്നവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ മറാത്തിയിലൊരു പുതിയ സിനിമ പിന്നെ ഗ്രൂപ്പ് തന്നെ ഉണ്ടായി. ധാരാളം നല്ല പടങ്ങൾ അവിടെ വന്നു. KSMDC മാത്രം വിചാരിച്ചു, കേരള ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഇവിടുത്തെ ഫിലിം ഇൻഡസ്ട്രി നന്നാവും. കാരണം ആ കൊച്ചു തിയേറ്റർ, അതിൽ പ്രപ്പോസലാണ് കൊച്ചു തിയേറ്റർ, കുറേ ശൃംഖലകളുണ്ട്. അവിടെ എല്ലാം കൂടെ 10 രൂപ ഉണ്ട് ഇപ്പോൾ തന്നെ. കേരള ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ മതി, ഈ പടങ്ങളെല്ലാം ആളുകൾ കാണാൻ തുടങ്ങും. അത് അവരൊരു മൂവ്മെൻ്റായിട്ട് മാറും. സാർ ഉദ്ദേശിച്ചത് നമ്മുടെ KSMDC തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും ചെറിയ തിയേറ്റർ 27 സ്ക്രീൻ ഞങ്ങളെ പ്രപ്പോസൽ അതിനകത്തുണ്ട്. ഏറ്റവും ചെറിയ തിയേറ്റർ കുറഞ്ഞ ഒരു 3 ആഴ്ച കുറഞ്ഞ ഒരു 3 ആഴ്ച ഓടിക്കണം. അടിച്ചിട്ട് എന്തായാലും തിയേറ്റർ പിന്നെ നഷ്ടം വരാവുന്ന കണ്ടീഷൻ ഏതാണ്? അതിനകത്ത് ആൾ തീരെ കയറാതെ MG ആയിട്ട് വരുന്ന സമയമാണ്. അല്ലെങ്കിൽ 10-15 പേരുണ്ടെങ്കിൽ വരെ അവർക്ക് മുതലാവും. അങ്ങനെയുള്ള സമയത്ത് അതിന് എന്താണോ അവർക്ക് ഗവൺമെൻറ് നഷ്ടം വരുന്നത് അത് ഗവൺമെൻറ് പേ ചെയ്യണം. അതായിരിക്കണം അതിൻ്റെ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഗവൺമെൻറ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ജനറേഷനെക്കാട്ടിൽ വിവരത്തോടുകൂടിയും അറിവോടുകൂടിയും കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയാണ് അവർ വരുന്നത്. എന്നിട്ട് അവരതിനെ ശരിക്കും ഉപയോഗിക്കാതെ അതിന് പകരം മറ്റു കാര്യങ്ങളിലേക്ക് സംഗതികൾ പോകുന്നു.
പിന്നെ അവരിൽ കമ്പാഷൻ എന്നൊരു സംഗതി ഇല്ലാതാവുന്നു. അതൊക്കെ വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേറൊരാളുടെ അവരാരോ ആയിക്കോട്ടെ അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു നല്ല മനുഷ്യജീവിയല്ല, എന്ത് കാരണം പറഞ്ഞായാലും. ശരിക്കും സംതൃപ്തനാണ്. എനിക്ക് അവാർഡുകളെ പറ്റി ഞാൻ ഒരിക്കലും അല്ല, അവാർഡല്ല, മൊത്തത്തിൽ സംതൃപ്തനാണ്. ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യാതെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അത് തന്നെ എൻ്റെ സംതൃപ്തി. ചില കോംപ്രമൈസിൻ്റെ വക്കത്ത് വരെ ഞാൻ എത്തിയിട്ടുണ്ട് പടം എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു അടൂർ ഗോപാലകൃഷ്ണനെ കാണേണ്ടി വന്നു. അല്ല, വലിയൊരു മാറ്റമായിരുന്നു ഇനി അത്. ഒരു മരണപ്പെട്ടു പോയ ഒരാത്മാവിൻ്റെ വിലാപങ്ങളും അടൂർ ഗോപാലകൃഷ്ണൻ മാറി. അതെ അതെ, കോംപ്രമൈസിൻ്റെ വക്കത്ത് വരെ എത്തിയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒരു നിരാശയുടെ ആവശ്യമില്ല. ഇല്ല, ജീവിതം വിജയകരമായി. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ഒരു വ്രതം എന്താണെന്ന് വെച്ചാൽ പിൽക്കാലത്ത് ഞാൻ അതുപോലെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് തോന്നാൻ പാടില്ല. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അത് തെറ്റ് ചെയ്യാതിരുന്നപ്പോൾ അതിലൊരു ആത്മധൈര്യവും ഒരു ആത്മവിശ്വാസം ഇപ്പോൾ. തീർച്ചയായിട്ടും ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച അവസ്ഥ. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് അവർ വായനയെ സത്യത്തിൽ അവർക്ക് സ്നേഹമുണ്ടെങ്കിലും അവരുടെ സമയക്കുറവുകൊണ്ട് അവർക്ക് വായനയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. കുട്ടികളോടൊരു സന്ദേശം. സമയമില്ലാന്ന് പറയുന്നത് ശരിയല്ല. സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. നമ്മൾ സമയം നേരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കുട്ടികളോട് എനിക്ക് ആകെ പറയാനുള്ളത്, കുട്ടികളുടെ രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, വായിക്കുന്നതിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നാരായണ ഗുരുസ്വാമി 100 കൊല്ലം മുമ്പ് പറഞ്ഞു, വിദ്യയിലൂടെ സ്വതന്ത്രരാകുവില്ല. അതിൽ കൂടുതൽ എന്ത് വലിയ പറയാനെന്തോ അതിനെപ്പറ്റി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ കൂടുതലൊരു വായനയോട് വളരുക. വിദ്യ എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിനകത്ത് വരുന്നു വിദ്യയിലൂടെ. അതായത് നമ്മൾ എന്ത് ചെയ്യാനും നമുക്ക് അതിനകത്ത് വായന അതിൻ്റെ ഒരു പ്രാരംഭ പാഠമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൂടെ വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. പിന്നെ ഫിക്ഷനാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് ജീവിതത്തെ പറ്റിയ ഒരു അവബോധം ഉണ്ടാവും ഫിക്ഷനാണെങ്കിൽ. നോൺ ഫിക്ഷൻ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഓരോ വിഷയത്തെ പറ്റിയുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ സുഖടിതമായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള ചിന്തകളാണ് അതിൽ വരുന്നത്, നോൺ ഫിക്ഷനിൽ വരുന്നത്. ഇത് രണ്ടും ആ രീതിയിൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്കെല്ലാം ഒരു ജന്മമല്ലേ ഉള്ളൂ നമുക്കറിയാവുന്നത്. വേറെ ജന്മം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങൾ നമുക്ക് ജീവിക്കാം നല്ല ഫിക്ഷൻ വായിക്കുമെങ്കിൽ, നല്ല കൃതികൾ വായിക്കുമെങ്കിൽ. ഒരിക്കൽ തകഴി പിന്നെ ഒരു അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഏതോ ഒരു ഫംഗ്ഷന് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, നല്ലതാണ്, നല്ല മെഡിസിൻ നല്ലതാണ്, നിങ്ങൾക്ക് സൗകര്യമാണ്, നിങ്ങൾ ജീവൽ സാഹിത്യം വായിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മനുഷ്യരെ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ രോഗങ്ങളൊക്കെ മനസ്സിലാക്കും, ശരിയാണ്, നല്ലത് തന്നെ. പക്ഷെ ജീവൽ സാഹിത്യം വായിച്ചാൽ നിങ്ങൾക്ക് മനുഷ്യനെ അറിയാൻ പറ്റും, സ്നേഹിക്കാം. അതെ, വളരെ സത്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കോട് പറയാനുള്ളത് വായിക്കുക എന്നുള്ളതാണ്. സമയമുണ്ട് ഇല്ലയെന്ന് പറയുന്നത് തെറ്റാണ്. ആ സമയം തെറ്റായിട്ട് നമുക്കുള്ള സമയം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അടൂർ സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്നെ ഒരുപാട് സ്പർശിച്ചു. കുട്ടികൾ വരുമ്പോൾ ഞാൻ ഈ ലൈബ്രറിയിൽ അവരെ കയറ്റി കാണിക്കും, അത് വായിക്കാനുള്ള പ്രേരണ അവർക്ക് നൽകാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഈ ലൈബ്രറിയിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ അഭിമാനസ്തംഭമായ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ, ഇനിയും എഴുതട്ടെ, വായിക്കട്ടെ. നല്ലൊരു സിനിമ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. മന്ത്രി, സിനിമയുടെ മന്ത്രി എന്ന നിലയിൽ എൻ്റെ കാലയളവിൽ തുടങ്ങാനെങ്കിലും കഴിയണം. തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ഇത്രയും നേരം സന്തോഷത്തോട് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.